ബംഗാളിലേക്കാണ്. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം കലാപമായി മാറിയ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് തിരികെ സമാധാനത്തിലേക്ക്. കലാപം ആസൂത്രിതമെന്നോ SDPIക്ക് ഇതിൽ പങ്കുണ്ടെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. പ്രശ്നബാധിത മേഖലകളിൽ ജാഗ്രത തുടരുകയാണ്. വഖഫ് നിയമ ഭേദഗതിയുടെ പേരിൽ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ കലാപത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് സംഘർഷത്തിനു പിന്നിൽ SDPI ആണെന്ന ബംഗാൾ പോലീസിന്റെ നിർണായക കണ്ടെത്തൽ. മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് SDPI പ്രദേശത്ത് വ്യാപകമായി പ്രചാരണം നടത്തിയിരുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കായി വിശ്വാസികൾ ഒത്തുകൂടുന്ന അവസരത്തിൽ SDPI ആസൂത്രിതമായി പ്രകോപനം ഉണ്ടാക്കുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത്. കലാപത്തിൽ കൊല്ലപ്പെട്ട ഇജാസ് അഹമ്മദിന്റെ കുടുംബാംഗങ്ങൾ പ്രദേശത്ത് SDPI പ്രകോപനപരമായ പ്രചരണം നടത്തുന്നുണ്ടെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ള മുർഷിദാബാദിൽ SDPIക്ക് ശക്തമായ സാന്നിധ്യമുണ്ട്. നിലവിൽ പ്രദേശത്ത് സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് BSF അറിയിച്ചു. എന്നാൽ അതീവ ജാഗ്രതയിലാണ് മേഖല. പ്രദേശത്ത് ഇന്റർനെറ്റ് നിരോധനവും കർഫ്യൂവും തുടരുകയാണ്. മുർഷിദാബാദിലെ ദുലിയയിലുണ്ടായ കലാപത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ 160ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രദേശത്ത് നിന്നും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 400ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചതായി ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു. 24 ഡൽഹി.